നമസ്കാരം. PFI എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ അല്ലെങ്കിൽ വർഗീയ സംഘടനയെ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കി എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ പൂർണ്ണമായും PFIയെ നമ്മുടെ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിനകത്ത് പാലക്കാടും തൃശ്ശൂരും ഒക്കെ ആയിട്ട് NIAയുടെ സ്പെഷ്യൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതും കൃത്യമായി SDPI പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു NIA റെയ്ഡ്. അതിന്റെ കാരണം എന്താണ്? SDPI പ്രവർത്തകർ PFIയുടെ ചില സ്ലീപ്പർ സെൽസുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ള കൃത്യമായ തെളിവുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് NIA കേരളത്തിനകത്ത് പ്രത്യേകിച്ച് പാലക്കാടും തൃശ്ശൂരും ഒക്കെ അടങ്ങുന്ന ജില്ലകളിൽ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത റെയ്ഡ് നടത്തുന്നത്. നമ്മുടെ കേരളത്തിനകത്തുള്ള മാധ്യമങ്ങളൊന്നും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം SDPI എന്നുള്ള സംഘടനയാണ്. അതായത് നമ്മുടെ കേരളത്തിനകത്തുള്ള പല മാധ്യമങ്ങളും SDPIക്ക് വേണ്ടിയൊക്കെ അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. SDPI PFIയുടെ സ്ലീപ്പർ സെൽസുകൾക്ക് കൃത്യമായിട്ടുള്ള അന്നം കൊടുക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് NIAയുടെ ഈ അപ്രതീക്ഷിത റെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. കൃത്യമാണ്. PFI എന്ന് കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടുവോ അന്ന് മുതൽ ഇവർ സ്ലീപ്പർ സെൽസുകളായി അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പുറമേ അവരെ കാണാൻ സാധിക്കില്ല, പക്ഷെ ആകമേ അവരുണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കും? SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ മതവർഗീയ സംഘടനയിലൂടെ അവരുടെ കൃത്യമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളും നമുക്ക് കാണുകയുണ്ടായി. ട്രെയിനിൽ ബോംബ് വച്ച സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ ചന്തകളിൽ, മാർക്കറ്റുകളിൽ ബോംബ് വച്ച സംഭവം ഉണ്ടായി. ഒട്ടനവധി സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്തുവാനുള്ള പ്ലാനുകൾ ഇട്ട സംഭവം ഉണ്ടായി. അതൊക്കെ നമ്മുടെ ഇന്റലിജൻസ് ഒക്കെ കൃത്യമായി അവരെ ടാപ്പ് ചെയ്യുകയും അവരെ അതിൽ നിന്നുമൊക്കെ നിർവീര്യമാക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായി. അതിലുപരി PFIയുടെ ഒക്കെ ഒരു സ്ലീപ്പർ സെൽസിന്റെ ഒക്കെ ഒരു ഇത് തന്നെയാണ് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്തുണ്ടായ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തു എന്നുള്ള വാർത്തകൾ വരെ, റിപ്പോർട്ടുകൾ വരെ കൃത്യമായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും കേരളത്തിനകത്തുള്ള ചില സ്ഥലങ്ങളിൽ SDPI നേതാക്കന്മാരുടെ വീടുകൾക്കകത്ത് വരെ NIA റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ വാർത്ത നമ്മുടെ കേരളത്തിനകത്തുള്ള മാധ്യമങ്ങൾ മുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ എന്തായാലും ശരി, PFI എന്ന് പറയുന്ന ആ മതവർഗീയ സംഘടന, ഭീകരവാദ സംഘടനയെ തുടച്ചു നീക്കി ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ സ്ലീപ്പർ സെൽസുകൾ SDPI പോലുള്ള മതവർഗീയ സംഘടനകളുടെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അത് ബോംബാക്രമണമാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണമാണെങ്കിൽ അങ്ങനെ, ഏതൊക്കെ തരത്തിൽ സാധ്യമാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നടത്തിയെടുക്കുവാൻ, നടപ്പാക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇന്ന് NIA അപ്രതീക്ഷിതമായി കേരളത്തിലെ ചില ജില്ലകളിൽ നടത്തിയ SDPIയുടെ വീട്ടിനകത്ത് കയറി നടത്തിയ റെയ്ഡുകൾ എന്ന് കൃത്യമായി തെളിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, PFI എന്ന് പറയുന്ന ആ മതവർഗീയ സംഘടനയുടെ സ്ലീപ്പർ സെൽസുകൾ അവരെ വളർത്തുന്നത് SDPI തന്നെയാണ്. കൃത്യമായും PFIയെ ബാൻ ചെയ്തതുപോലെ SDPIയെയും ബാൻ ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ അവരെയും ഈ നാട്ടിൽ നിന്നും, നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന തെളിവുകൾ അടങ്ങുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഇന്ന് കേരളത്തിൽ നടന്നത്. എന്തായാലും ശരി, NIAയുടെ കണ്ണുകൾ നിങ്ങളുടെ മുകളിലുണ്ട് എന്നുള്ള ആ ഒരു വാസ്തവം, സത്യം നിങ്ങൾ തിരിച്ചറിയുക. എന്തെങ്കിലും ഉടായ്പ പരിപാടി, ഭാരതത്തെ നശിപ്പിക്കുവാനുള്ള എന്തെങ്കിലും ഉടായ്പ പരിപാടിയുമായി നിങ്ങൾ രംഗത്തേക്ക് വന്നാൽ, മുമ്പിലേക്ക് വന്നാൽ, നിങ്ങളുടെ തായ്വേര് സഹിതം അറുത്തു കളയാൻ പാകത്തിനുള്ള ഇന്റലിജൻസ് സപ്പോർട്ട് ഇന്ന് ഭാരതത്തിനുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്ന് അപ്രതീക്ഷിതമായി SDPI നേതാക്കന്മാരുടെ അടുക്കളയിൽ വരെ റെയ്ഡ് നടന്ന സംഭവം.